ഹലോ ഗൈസ്, എല്ലാവർക്കും റാൻസ് ലേണിംഗ് പോർട്ടലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അൺട്രാവലിംഗ് ദ ജനറ്റിക് മിസ്റ്ററീസ് എന്ന് പറയുന്ന 6ാമത്തെ ചാപ്റ്ററിലെ നമ്മുടെ ബയോളജിയിലെ 6ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഭാഗമാണ് നമ്മൾ വ്യതിയാനത്തിൻ്റെ കാരണങ്ങൾ, അല്ലേ, ദ റീസൺസ് ഓഫ് ദി വേരിയേഷൻ. അത് നമുക്കറിയാം, 3 സാധനങ്ങളാണ് നമുക്ക് അതിൽ പഠിക്കാനുണ്ടാവുക. അതിൽ ഒന്നാമത്തെ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്ന സാധനം, ബീജ സംയോഗം എന്ന് വിളിക്കുന്ന സാധനം. രണ്ടാമത്തേത് ക്രോസിംഗ് ഓവർ എന്ന് വിളിക്കുന്ന സാധനം, ക്രോമസോമിന്റെ മുറിഞ്ഞു മാറൽ എന്ന് വിളിക്കുന്ന സാധനമാണ്. മൂന്നാമത്തേത് നമ്മുടെ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഉൽപരിവർത്തനം എന്ന് വിളിക്കുന്ന സാധനമാണ്. ഈ 3 കാരണങ്ങളും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിന്റെ ചിത്രങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മക്കൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്കറിയാം, ഒന്നാമത്തെ കാരണം വരുന്നത് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബീജ സംയോഗം എന്ന് വിളിക്കുന്ന സാധനമാണ്, അല്ലെ. ബീജകോശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബീജകോശങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബീജകോശങ്ങൾ സംയോജിക്കുന്ന സമയത്ത്, അല്ലെ, ബീജകോശങ്ങൾ സംയോഗിക്കുന്ന സമയത്ത് ജീനുകളുടെ അലീൽ ചേർച്ചയിൽ മാറ്റം വരുന്നു, അല്ലെ. ജീനുകളുടെ അലീൽ ചേർച്ചയിൽ മാറ്റം വരുന്നു. ഇതുകൊണ്ടാണ് എന്തുണ്ടാകുന്നത്, വേരിയേഷൻ അല്ലെങ്കിൽ എന്തുണ്ടാകുന്നത് നമ്മുടെ വ്യതിയാനം ഉണ്ടാകുന്നത്. അപ്പൊ ആ കാര്യമാണ് ഒന്നാമതായിട്ട് മക്കളെ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് പറയുന്നത്, ക്രോമസോമിന്റെ മുറിഞ്ഞു മാറലാണ്, അല്ലെ. ക്രോമസോമിന്റെ മുറിഞ്ഞു മാറൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഊനഭംഗത്തിന്റെ ആദ്യഘട്ടത്തില് ക്രോമസോമുകൾ തമ്മിൽ ഭാഗങ്ങൾ കൈമാറുന്നത് ജീനുകളുടെ വിന്യാസത്തിൽ വ്യത്യാസം വരുത്തുന്നു. ഇത് സന്താനങ്ങളിൽ മാറ്റം വരുത്തുന്നു. അതായത് ഊനഭംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ജീനുകൾ എന്ത് ചെയ്യാണ്, തമ്മിൽ എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യപ്പെടുന്നു. അങ്ങനെ തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ എന്തുണ്ടാകുന്നു, വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, അല്ലെ. അപ്പൊ ഇത് സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക, ആ മക്കളിലെ ഈ ജീനുകൾ കൂടിച്ചേർന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കൈമാറ്റം ചെയ്യപ്പെട്ടത് കൊണ്ട് ഉണ്ടാകുന്ന ചില കാരണത്താൽ എന്ത് സംഭവിക്കുന്നു, വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. ആ കാര്യം എന്ത് ചെയ്യുക, മക്കൾ കൃത്യമായിട്ട് ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക, കാണാതെ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, മക്കൾ എക്സാമിന് പോവുക. ഇനി മൂന്നാമത്തെ കാരണമാണ് ഉൽപരിവർത്തനം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്ന സാധനം. അത് നമുക്കറിയാം, ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം വ്യതിയാനത്തിന് കാരണമാകുന്നു. എങ്ങനെയൊക്കെയാണ് ഇനി വ്യതിയാനം, ഉൽപരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്, അല്ലെ. എന്താണ് ഉൽപരിവർത്തനം എന്ന് പറഞ്ഞാൽ? ആകസ്മികമായി ഉണ്ടാകുന്ന, നമ്മുടെ ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഉൽപരിവർത്തനം എന്ന് വിളിക്കുന്നത്. അതിന് 3 കാരണങ്ങൾ നമുക്കറിയാം. ഒന്നാമത്തെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദി DNA ആണ്, അല്ലെ. നമ്മുടെ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് മുറിഞ്ഞു മാറുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ എന്തെങ്കിലും ഡിഫക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും, DNA ഡ്യൂപ്ലിക്കേഷന്റെ സമയത്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ കൊണ്ട് എന്തുണ്ടാകുന്നുണ്ട്, നമ്മുടെ ഉൽപരിവർത്തനം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ചില കെമിക്കൽസിലെ രാസപദാർത്ഥങ്ങൾ എന്തിന് കാരണമാകുന്നുണ്ട്, ഉൽപരിവർത്തനത്തിന് കാരണമുണ്ട്. അതേപോലെ തന്നെ റേഡിയേഷൻസ് എന്തിന് കാരണമാകുന്നുണ്ട്, ഉൽപരിവർത്തനത്തിന് കാരണമാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം എന്ത് ചെയ്തിരിക്കണം, മക്കൾ കൃത്യമായിട്ട് വായിച്ചിട്ട് എന്ത് ചെയ്തിരിക്കണം, എക്സാമിന് പോകണം. അപ്പോൾ അത് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വരികയാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ അറിയാം നമുക്ക് എന്താണ്, ഡ്യൂറിങ് ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് അലീൽ കോമ്പിനേഷൻ ചേഞ്ചസ് ഹെൻസ് ഓഫ് സ്പ്രിംഗ് ഷോസ് സെർട്ടൈൻ വേരിയേഷൻസ്, അല്ലെ. അതായത് നമ്മുടെ ഗാമറ്റുകൾ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അലീലിന്റെ കോമ്പിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും, ഓഫ് സ്പ്രിങ്സിൽ എന്ത് കാണിക്കും, വേരിയേഷൻസ് കാണിക്കും എന്നുള്ളത് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ക്രോസിംഗ് ഓവർ ആണ്. നമ്മൾ മിയോസിസിന്റെ ഇനീഷ്യൽ ഫേസിലാണ് എന്ത് സംഭവിക്കുന്നത്, ക്രോസിംഗ് ഓവർ സംഭവിക്കുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ജീനുകൾ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, കൈമാറ്റം, ട്രാൻസ്ഫറിങ് നടത്തുന്നുണ്ട്. ആ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ജീനുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ജീനുകൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴോ സ്വഭാവങ്ങൾ മാറുന്നു, അല്ലെ. അങ്ങനെയാണ് വേരിയേഷൻസ് ഉണ്ടാകുന്നതെന്ന് മക്കൾ മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തേത് ഏതാണ്, മ്യൂട്ടേഷൻസ് ആണ്, അല്ലെ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻ ചേഞ്ചസ് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ലീഡ് ടു ദ വേരിയേഷൻസ് ആണ്. അതായത് സഡൻ ചേഞ്ചസ് ആണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ജീനോമിൽ സംഭവിക്കുന്ന സഡൻ ചേഞ്ചസ് നമ്മൾ വിളിക്കുന്ന പേരാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. അതെന്തിന് കാരണമാകുന്നുണ്ട്, വേരിയേഷൻസിന് കാരണമാകുന്നുണ്ട്. അപ്പൊ ഇത്തരം 3 സംഭവങ്ങൾ, അല്ലെ, കാരണങ്ങൾ, എന്തിനുള്ള കാരണങ്ങൾ, വേരിയേഷനുള്ള അല്ലെങ്കിൽ വ്യതിയാനത്തിലുള്ള 3 കാരണങ്ങൾ മക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, എക്സാം പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, എക്സാമിന് പോവുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ലക്ക്.